എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് തൊട്ട് നമ്മൾ ഓരോ പേരിൻ്റെ അർത്ഥങ്ങളും അതിനെക്കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസും എല്ലാം പറയാമെന്ന് കരുതി. അപ്പോൾ ഇന്ന് ആദ്യമായിട്ട് എടുക്കുന്ന പേര് അശ്വതിയാണ്. ബിക്കോസ് അതാണ് കേരളത്തിലെ ഏറ്റവും കോമൺ ആയിട്ടുള്ള പേര്. അപ്പോൾ അശ്വതി എന്ന പേരിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുതിരയെ മെരുക്കാൻ കഴിവുള്ളവൾ എന്നാണ്. അശ്വം എന്നാണ് കുതിരയ്ക്ക് പറയുന്നത്. അപ്പോൾ അശ്വതി എന്നാൽ കുതിരയെ മെരുക്കാൻ കഴിവുള്ളവൾ, ആൽമരം, ഒരു ദേവതയുടെ പേര്, പിന്നെ നമ്മുടെ നക്ഷത്രങ്ങളുണ്ടല്ലോ അശ്വതി ഭരണി, അതിനകത്തെ ആദ്യത്തെ വരുന്ന നക്ഷത്രത്തിൻ്റെ പേരും അശ്വതി എന്ന് തന്നെയാണ്. ഇനി നമുക്ക് അശ്വതി എന്നുള്ള പേരിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പ്ലാനറ്റ് ഏതാ, അവരുടെ സംഖ്യ ഏതാ, ലക്കി നമ്പർ ഏതാ, അതൊക്കെ നോക്കാം. അപ്പോൾ പ്ലാനറ്റായിട്ട് വരുന്നത് നെപ്റ്റ്യൂൺ ആണ്. അവരുടെ ലക്കി നമ്പറായിട്ട് വരുന്നത് നമ്പർ 7 ആണ്, 7. അപ്പോൾ അശ്വതി എന്ന പേരുള്ളവർ ഈ സംഖ്യ വരുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ ഈ ഡേറ്റിലുള്ള കാര്യങ്ങളോ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ അവർക്ക് ബെറ്റർ ആയിരിക്കും. പിന്നെ അവരെ പറ്റിയുള്ള നല്ല കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വളരെ തത്വചിന്ത, അതായത് ഫിലോസഫി, പിന്നെ വളരെ ഫൺ ലവിങ് ആയിരിക്കും, പിന്നെ ഭയങ്കര ഫാമിലി ഓറിയൻറ്റഡ് ആൾക്കാരായിരിക്കും, ലളിതപ്രിയരും കുടുംബസ്നേഹികളും ഒക്കെ ആയിരിക്കും. ഇതൊക്കെയാണ് അവരെ പറ്റിയുള്ള അവരുടെ നല്ല സൈഡുകളായിട്ട് പറയാൻ പറ്റുന്നത്. ഇനിയും അവരുടെ മോശം വശങ്ങൾ പറയുകയാണെങ്കിൽ അവർ വളരെ ഇടുങ്ങിയ ചിന്താഗതിയുള്ള ആൾക്കാരാകാൻ സാധ്യത കൂടുതലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വളരെ മോഡേൺ അങ്ങനെ ഒന്നിനോടും ചിലപ്പോൾ താല്പര്യം ഉണ്ടാവില്ല, വളരെ സംസ്കാരത്തിൽ അങ്ങനെയുള്ളവരായിരിക്കും. ചിലപ്പോൾ അവർ മറ്റുള്ളവരെ ഇടിച്ചു താഴ്ത്തി സംസാരിക്കുകയും അങ്ങനെയൊക്കെയുള്ള മോശം പ്രവണതകളും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാം. അവരുടെ ഭാഗ്യനിറങ്ങളായിട്ട് പറയുന്നത് വെള്ള, ഇളം നീല, പച്ച എന്നിങ്ങനെയാണ്. അപ്പോൾ ഈ നിറങ്ങളിലുള്ള ഡ്രസ്സുകളൊക്കെ ധരിച്ച് ഇൻ്റർവ്യൂവിനൊക്കെ പോയാൽ അവർക്ക് കുറച്ചുകൂടി നല്ലതായിരിക്കാൻ സാധ്യതയുണ്ട്. ഭാഗ്യദിനങ്ങളായിട്ട് വരുന്നത് ഞായർ, തിങ്കൾ, ബുധൻ. ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന കാര്യങ്ങൾ സക്സസ് ആവാനും സാധ്യതയുണ്ട്. ഇവർക്ക് ചേരുന്ന ജോലികൾ എന്ന് പറയുന്നത് ഫിറ്റ്നസ് എക്സ്പേർട്ട് അല്ലെ ഫിറ്റ്നസ് ട്രെയിനീസ് അതൊക്കെ ആകാനും, മനഃശാസ്ത്രജ്ഞർ സൈക്കോളജിസ്റ്റോ സൈക്കാട്രിസ്റ്റൊക്കെ ആകാനും, പിന്നെ ഫിലാന്ത്രോപ്പിസ്റ്റ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റേറിയൻ ജോലികൾക്കൊക്കെ ഇവർക്ക് നല്ലതാണ്. ഇവരുടെ ആരോഗ്യത്തിൽ എപ്പോഴും ഇവർക്ക് സന്ധിവേദന, അതായത് ജോയിൻറ്റ് പെയിൻ, ആർത്രൈറ്റിസ് അങ്ങനത്തെ ഇഷ്യൂസൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതൊക്കെ ടേക്ക് കെയർ ചെയ്യുക. ഇവരുടെ ലക്കി സ്റ്റോണായിട്ട് വരുന്നത് വൈഡൂര്യമാണ്, ക്യാറ്റ്സ് ഐ എന്ന് ഇംഗ്ലീഷിൽ പറയും. ഇനി ഇവരുടെ സ്വഭാവത്തിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊരു ജന്മസിദ്ധമായിട്ടൊരു നേതൃത്വ സ്വഭാവം ഉള്ള ആൾക്കാരാണ്, ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആൾക്കാരാണ്. ഒരുപാട് ചിന്തിക്കുകയും അവർ എല്ലാത്തിലും ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കുന്ന കുറച്ച് ആൾക്കാരുമായിരിക്കും ഈ പേരുള്ളവരൊക്കെ. പിന്നെ അവർ വളരെ കഠിനാധ്വാനികളായിരിക്കും, എപ്പോഴും നല്ല ഡെഡിക്കേറ്റഡ് ആയിരിക്കും, സത്യസന്ധരായിരിക്കും. അവരൊരു കവിതയൊക്കെ എഴുതാൻ വളരെ താല്പര്യമുള്ള കൂട്ടരും അശ്വതി എന്ന പേരിൽ കാണാം. പിന്നെ കടലിനോട് വല്ലാത്ത സ്നേഹമുള്ളവരായിരിക്കും. ചിലപ്പോൾ ഒക്കെ അവർ ഒരു സെൽഫിഷ് ആയിരിക്കും, ഒരു സ്വാർത്ഥ സ്വഭാവങ്ങളൊക്കെ കാണിക്കാം. ചിലപ്പോൾ അവർ മടിയും കാണിക്കാം. പിന്നെ ഒരുപാട് ഗാർഡനിങ്ങും പൂക്കളെയൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളവരായിരിക്കാം. പിന്നെ വീട്ടുകാര്യങ്ങൾ, അതായത് ഫാമിലി ഓറിയൻറ്റഡ് അല്ലെങ്കിൽ ഹോംലി ഫീലിംഗ് ഒക്കെ ഇഷ്ടമുള്ള ഒരു മനസ്സായിരിക്കും അശ്വതി എന്നുള്ള പേരുള്ളവർക്ക്. ഇവർ നല്ലൊരു സഹോദരൻ അല്ലെങ്കിൽ സഹോദരി ആയിരിക്കും. പിന്നെ ഹൃദയത്തിൽ എപ്പോഴും രാജ്യത്തിനോട് വളരെയധികം സ്നേഹമുള്ളവരായിരിക്കും. പിന്നെ നല്ലൊരു മനുഷ്യരായിരിക്കും, മനുഷ്യർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒരുപാട് ഇഷ്ടമുള്ളവരായിരിക്കും. ഭക്ഷണപ്രിയരായിരിക്കും, എപ്പോഴും ഫുഡ് കഴിക്കാനും ഫുഡിനെ പറ്റിയൊക്കെ പല പല ഫുഡുകൾ ട്രൈ ചെയ്യാനൊക്കെ ഇഷ്ടമുള്ളവരായിരിക്കും. പിന്നെ വളരെ ബുദ്ധിമതികളായിരിക്കും. പിന്നെ വളരെ പ്രതിഭാശാലിയും നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉള്ളവരും, പിന്നെ ഒരുപാട് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ളവരും, വളരെ ബുദ്ധിയുള്ളവരുമായിരിക്കും. ഇത്രയും പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന അശ്വതി അല്ലെങ്കിൽ നിങ്ങൾ അശ്വതി ആണെങ്കിൽ ഇത് കറക്റ്റ് ആണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം. അടുത്ത പേരുമായിട്ട് വീണ്ടും കാണാം. ബൈ.